സഞ്ചരിച്ചു എന്നുള്ളത് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് അങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷമേ ആ കൈ വുളു ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മുക്കാൻ പാടുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ അവയവങ്ങളും നിശ്ചലമായിരിക്കും. അപ്പോൾ തെറ്റുകളൊന്നും ഉറക്കിൽ സംഭവിക്കാൻ സാധ്യതകളില്ല. എല്ലാം നിശ്ചലമായി പോകുന്ന സമയമാണ്. 7 മണിക്കൂർ ഒരു ദിവസത്തേത് അങ്ങനെ ഉറക്കിലും കഴിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ വലിയ പ്രയാസങ്ങൾ തെറ്റുമായി ബന്ധപ്പെട്ടിട്ട് മനുഷ്യനുണ്ടാവുകയില്ല. എന്നാൽ 17 മണിക്കൂർ അവൻ ഉണർവിലാണുള്ളത്, അവൻ ഹയാത്തിലാണുള്ളത്, അവൻ ഉണർവിലാണുള്ളത്, ബോധത്തിലാണുള്ളത്. തെറ്റുകുറ്റങ്ങൾ ധാരാളം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ തെറ്റുകുറ്റങ്ങൾ വന്നു പോകുന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ വലിയ കാരുണ്യം നോക്കൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. ഓരോ മണിക്കൂറിലും വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 17 റക്അത്തുകളെ ഒരു ദിവസം സംവിധാനിച്ചിരിക്കുകയാണ്. 17 റക്അത്തുകളെ ഒരു ദിവസം അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു. ഉണർവിലുള്ള മനുഷ്യന്റെ 17 മണിക്കൂറിലും സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഓരോ റക്അത്ത് കൊണ്ട് ഓരോ മണിക്കൂറിലുള്ള തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടണം. ആ രൂപത്തിൽ അല്ലാഹു ഇതിനെ സംവിധാനിച്ചിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നിസ്കാരത്തിന്റെ ആ ഒരു സിറിലേക്ക്, അതിന്റെ അത്ഭുതത്തിലേക്ക്, രഹസ്യത്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ നിന്നാൽ അത് പറഞ്ഞാൽ തീരുകയില്ല. അത്രയും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇബാദത്താണ് പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരം എന്നുള്ളത്. ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്ന, ചെയ്യുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് അത് പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരമാണ്. പാരത്രിക ലോകത്ത് ആദ്യമായി വിചാരണയ്ക്ക് എടുക്കുന്ന വിഷയവും നിസ്കാരത്തെ കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ റജബിന്റെ അവസാന സമയത്ത് അഥവാ പരിശുദ്ധമായ നിസ്കാരം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകിയ ഈ ഇസ്രാ മിഅ്റാജിന്റെ ദിവസം കഴിഞ്ഞ ഉടനെയുള്ള ഒരു സദസ്സായതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് ഒരു വസിയത്തായിട്ട് പറയുന്നു, നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിക്കും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മളെ വീട്ടിലെ കല്യാണമാണെങ്കിലും, പൊരേക്കൂടാണെങ്കിലും, കല്യാണ നിശ്ചയമാണെങ്കിലും, എന്ത് പരിപാടികളാണെങ്കിലും അതിന്റെ പേരിൽ നിസ്കാരം ഖളാ ആയി പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അതിന് സംവിധാനം ഉണ്ടാക്കിയിട്ടേ നമ്മൾ അത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടുള്ളൂ. അത് മഹദറത്തുൽ ബദരിയക്ക് വന്നിട്ടാണെങ്കിലും സുബഹി ഖളാ ആയി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. വഅലിന് പോയിട്ടാണെങ്കിലും പിറ്റേ ദിവസത്തെ സുബഹി അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ മുഅ്മിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിർബന്ധമായിട്ട് എല്ലാ നിസ്കാരങ്ങളും നിർവഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്കെത്താൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, നമുക്ക് ദുആയിലേക്ക് കടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിൽ വിട പറഞ്ഞു പോയ ഒരുപാട് മഹാന്മാരുണ്ട്, അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ റജബിന്റെ അവസാന സമയത്താണ് മഹാനായ നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായത്. അതുപോലെ തന്നെ മഹാന്മാരായ ഒരുപാട് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, ആരിഫീങ്ങൾ, വലിയ വലിയ മഹത്തുക്കൾ റജബ് മാസത്തിലാണ് വിട പറഞ്ഞു പോയത്. സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് അടക്കം ഒട്ടനവധി മഹാന്മാർ, ഒട്ടനവധി മഹത്തുക്കൾ നമ്മുടെ ഈ പരിശുദ്ധമായ റജബിൽ വിട പറഞ്ഞു പോയവരുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാവരുടെയും ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും നീ വിജയികളെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളിൽ നിന്നും ഞങ്ങൾക്കെല്ലാം നീ സലാമത്ത് നൽകണേ അല്ലാഹ്. മഹാനായ കിയന ഉസ്താദ് ഉൾപ്പെടെ ഈ പരിശുദ്ധമായ റജബിൽ വിട പറഞ്ഞു പോയ
എല്ലാ മഹാന്മാരുടെ പേരിലും നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ സദസ്സ് ഇജാബത്തുള്ളതായി കബൂലാക്കട്ടെ. അതുപോലെ തന്നെ നമ്മളുമായി വളരെ ബന്ധപ്പെട്ട ഒരുപാട് മഹാന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ നിസ്തുലമായ സേവനങ്ങൾ ചെയ്ത, വലിയ സഹായങ്ങൾ ചെയ്തിരുന്ന ഒരുപാട് ഉമറാക്കൾ ഈ അടുത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അതിൽ കൂട്ടത്തിൽ പ്രധാനിയാണ് പ്രിയപ്പെട്ട കുറ്റ്യാടിയിലുള്ള പന്തലങ്കണ്ടി പൊയിലൂർ അസ്സൽ ഹാജി. സിറാജുൽ ഹുദയുമായി ബന്ധപ്പെട്ട് വളരെ നേരത്തെ തന്നെ വലിയ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. ഈ അടുത്താണ് വിട പറഞ്ഞു പോയത്. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഓർക്കാട്ടേരിയിലുള്ള കുഞ്ഞമ്മദ് ഹാജി. ഈ അടുത്താണ് വിട പറഞ്ഞു പോയത്. അല്ലാഹുവേ, അദ്ദേഹത്തിനും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട, നമ്മളെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ പലരും വിട പറഞ്ഞു പോയവരുണ്ട്. നമ്മളെ ഈ ബദരിയ നഗറുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിരുന്നവരിൽ പലരും ഇന്ന് ഖബറുകളിലുള്ളവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരും ഖബറും ഈ സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അല്ലാഹ്. കഴിഞ്ഞ ദിവസം ഉമ്മത്തൂരിലുള്ള നമ്മളെ പ്രിയപ്പെട്ട തങ്കേങ്കുറ്റി മൂസ ഹാജി മുതാലിമീങ്ങളെയും ആലിമീങ്ങളെയും ഒക്കെ അതിരറ്റ് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം വിട പറഞ്ഞു പോയി. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ മഗ്ഫിറത്തും മർഹമത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അതുപോലെ നമ്മളുമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ സ്നേഹിച്ചവരിൽ നിന്ന് വിട പറഞ്ഞു പോയ എല്ലാവരും ഖബറും നീ സന്തോഷത്തിലും റാഹത്തിലുമാക്കണം റഹ്മാനെ. നമുക്ക് അവർക്കൊക്കെ വേണ്ടി ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യണം. രോഗമായി കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മളുമായി വളരെ ബന്ധപ്പെട്ടവർ, പ്രത്യേകിച്ച് നമുക്ക് ഇത്തരം പരിപാടികളിൽ മുൻനിരയിലുണ്ടായിരുന്നവർ, പ്രിയപ്പെട്ട ഇബ്രാഹിം ഹാജി കാട്ടിൽപീടികയിൽ നമുക്കറിയാം അസുഖമായിട്ട് ചെറിയ പ്രയാസങ്ങളുള്ള. അല്ലാഹുവേ, നീ അത് തീർത്തും ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. നീ പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും എന്ത് രോഗമാണെങ്കിലും റബ്ബേ ഷാഫിയായ അല്ലാഹ്, ഈ മഹത്തായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരായ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. പൂർണ്ണ സലാമത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ ആശുപത്രികളിലുള്ളവരുണ്ട്, അതുപോലെ വീടുകളിൽ പ്രയാസത്തോടുകൂടെ കഴിയുന്നവരുണ്ട്. അല്ലാഹ്, എല്ലാവർക്കും നീ ശിഫയും സലാമത്തും റാഹത്തും നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നീ വിജയികളെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. നമ്മുടെ കുട്ടികളൊക്കെ പരീക്ഷകൾ എടുത്ത സമയമാണ്. പ്രത്യേകിച്ച് മദ്രസകളിൽ, സ്കൂളുകളിലൊക്കെ പൊതുപരീക്ഷകൾ